ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് ഈവനിങ് ഗൈസ്, വാട്സപ്പ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, സന്തോഷം അടക്കാൻ വയ്യ. ഓക്കെ, ഇന്ന് ആര് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അവർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ ഒന്നും പറയാൻ. ഇന്നത്തെ മാർക്കറ്റ് റിവ്യൂ, നാളത്തേക്കുള്ള ബാങ്ക് നിഫ്റ്റിയും ആൻഡ് നിഫ്റ്റിയും ഒരു ടെക്നിക്കൽ വ്യൂ. ഓക്കെ, സ്റ്റോക്സ് നാളത്തേക്ക് നിങ്ങൾ ഏതെടുത്ത് ട്രേഡ് ചെയ്തോ അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തോ, ഓക്കെ, യു ആർ ഗോയിങ് ടു മേക്ക് മണി. സോ സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,281 646 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 48,600 2,314 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 33,089 2,523 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി ഐ ടി ക്ലോസ് ചെയ്ത് 24,922 276 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ഫ്രണ്ട്സ്, ഇന്ന് മോർണിംഗ് എന്തുകൊണ്ടോ 2 ദിവസം ഹോളിഡേക്ക് ശേഷം ഗ്ലോബൽ ക്യൂസൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവ് സ്ട്രോങ് മോഡിൽ തന്നെയാണ്. ആൻഡ് മാർക്കറ്റും അങ്ങനെ തന്നെയാണ് ഓപ്പൺ ചെയ്തത്, ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട്. ഓക്കെ, പിന്നെ മാർക്കറ്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ബഡ്ജറ്റ് അങ്ങോട്ട് അനൗൺസ് തുടങ്ങിയതിന് ശേഷം. സോ ഹൊറബിൾ എന്താ പറയുക, ഹാപ്പി ഡേയ്സ്. ഓക്കെ, പ്രീവിയസ് ക്ലോസിംഗ് വാസ് 13,634. ഇന്നത്തെ ഓപ്പണിംഗ് 13,758. Day high went up to 14,336. Day low was 13,661. And 646 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,281 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഒരു ബിഗ് ബുള്ളിഷ് ക്യാൻഡിലോട് കൂടിയിട്ട്. ആൻഡ് ഇന്ന് പ്രത്യേകിച്ച് സ്റ്റോക്സുകൾ എടുത്ത് പറയാനില്ല. പുൾ ചെയ്തതും ഡൗൺ ഉണ്ട്, എന്നാലും പറയുന്നു മെയിനായിട്ടുള്ള ICICI ബാങ്ക്, HDFC ബാങ്ക്, HDFC, ബജാജ് ഫിനാൻസ്, റിലയൻസ്, ഇവരെല്ലാം ശരിക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തി. അതേസമയം കുറച്ച് ഡ്രാഗിങ് വന്ന സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി, UPL, HUL, ടെക് മഹേന്ദ്ര, സിപ്ല അങ്ങനെ പോകുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 30,565. ഇന്നത്തെ ഓപ്പണിംഗ് 30,976. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് തന്നെയായിരുന്നു. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 33,305. ഡേ ലോ വാസ് 30,906. 2,523 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 33,089 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓൾ ടൈം റെക്കോർഡ് ഹൈ. ഇന്ന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഡ്രാഗ് ചെയ്യാനോ പുള്ളി ചെയ്യാനോ ഉള്ളൊരു മെയിൻ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, എക്സെപ്റ്റ് IDFC ഫസ്റ്റ് ബാങ്ക്. അത് മാത്രമാണ് കുറച്ച് ഡ്രാഗിങ് കാണാൻ കഴിഞ്ഞത്. നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടെ FIIs ആൻഡ് DIISൻ്റെ ഡാറ്റ നോക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു കോൺട്രിബ്യൂഷൻ, അതായത് ഇന്നത്തെ ഈ മാർക്കറ്റിൻ്റെ ഒരു റാലിക്കുള്ളൊരു കോൺട്രിബ്യൂഷൻ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ബിക്കോസ് FIIസിൻ്റെ ഭാഗത്തു നിന്ന് ബൈങ് വന്നിട്ടുള്ള 1,494 CR-ൻ്റെയാണ് ഓൺലി. അതേസമയം DIISൻ്റെ ഭാഗത്തു നിന്ന് 90 CR-ൻ്റെ ഓൺലി 90 CR-ൻ്റെ ഒരു സെൽ ഓഫാണ് നടന്നിട്ടുള്ളത്. ഫ്രണ്ട്സ്, ഇന്നത്തെ റാലിക്ക് മെയിൻ കാരണം ഇത്രയും ഒരു കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് FIIസിൻ്റെ ഭാഗത്തു നിന്നില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ FIIസിൻ്റെ ഒരു കണക്ക്. സോ അവർ നോർമൽ ബൈങ്ങിനേക്കാൾ താഴ്ന്നിട്ടാണ് ഇപ്രാവശ്യം ഇന്നത്തെ ദിവസം ബൈങ് നടത്തിയിട്ടുള്ളവർ. അതേസമയം ഇന്ന് മാർക്കറ്റിൽ ശരിക്കും നല്ലൊരു ഷോർട്ട് കവറിങ് നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് ഷോർട്ട് പൊസിഷനിലുണ്ടായിരുന്നു. 90% ആൾക്കാരും ഷോർട്ട് പൊസിഷനിലായിരുന്നു ആക്ച്വലി. ബിക്കോസ് കഴിഞ്ഞൊരു 3-4 സെഷനിലായിട്ടും ആൻഡ് ഗ്ലോബൽ ക്യൂസും എല്ലാം ഒരു നെഗറ്റീവ് മോഡിൽ തന്നെയായിരുന്നു. വെരി ബാഡ് സിറ്റുവേഷനിലായിരുന്നു മാർക്കറ്റ് പോയിക്കൊണ്ടിരുന്നത്. സോ ഇതാണ് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് പ്ലസ് നമ്മുടെ ലിക്വിഡിറ്റി, റീറ്റെയിലേഴ്സ്. ഓക്കെ, സോ നല്ലൊരു അതിഗംഭീര ഇപ്പോൾ അടുത്തൊന്നും കാണാത്തൊരു റാലി. എനിവേ, താങ്ക്സ് ഫോർ ഹോണറബിൾ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ. ഫോം ചെയ്തിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാന്ന് ഞാൻ പറഞ്ഞു. ടു ബി പ്രിസൈസ്, നിഫ്റ്റി ഫോംസ് ലോങ് വൈറ്റ് ഡേ ക്യാൻഡിൽ ഓൺ ബഡ്ജറ്റ് ഡേ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് വേർഡ്. ആൻഡ് ടുഡേ indiaVIX ഡ്രോപ്ഡ് ബൈ 7.96%, 25.34 നിന്ന് 23.32 ലെവൽസിലേക്ക്. ഓപ്ഷൻ ഡാറ്റ പരിശോധിക്കുമ്പോൾ പുട്ടിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 13,000, സെക്കൻഡ് ഹൈസ്റ്റ് 13,500. കോളിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000 തന്നെ നിൽക്കുന്നു. ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് 14,500.
See, index could see wider trading range ഒരു 13,800 to 14,750 ആ ഒരു ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത 2-3 സെഷൻസിൽ. നെക്സ്റ്റ് ഇത് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 8.29% ഒരു ഗ്രോത്താണ്, ഒരു ഗെയിനാണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. ആൻഡ് 33,089 ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത് ഒരു ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ 32,500 മുകളിൽ എന്തായാലും ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്തിരിക്കണം. ആൻഡ് ഫസ്റ്റ് റെസിസ്റ്റൻസ് കാണിക്കുന്നത് 33,300, സെക്കൻഡ് ഈസ് 34,000 ലെവലുമാണ്. അതേസമയം സപ്പോർട്ട് 32,000, സെക്കൻഡ് 31,750. ഇന്ന് പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞത്. ഒരുവിധം എല്ലാ സ്റ്റോക്സുകളും ഇന്ന് നല്ലൊരു റാലി തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ICICI ബാങ്ക്, SBI, ക്യൂമിൻസ് ഇന്ത്യ, അശോക് ലൈലൻഡ്, DLF, സെയിൽ, LNT, ആക്സിസ് ബാങ്ക്, അൾട്രാടെക്, ഗ്രാസിം, ടൈറ്റൻ, ബോഷ്, ഭാരതി എയർടെൽ, കണ്ടെയ്നർ കോർപ്പറേഷൻ, വോൾട്ടാസ്, ശ്രീറാം ട്രാൻസ്പോർട്ട്, ബജാജ് ഓട്ടോ, മെനി മോർ എല്ലാവരും ഗ്രീൻ മോഡൽ തന്നെയാണ് ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് പേര് മാത്രമാണ് റെഡ് മോഡൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സി ഫ്രണ്ട്സ്, നാളെ നിഫ്റ്റിയുടെ ഒരു മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവൽസ് കാണിക്കുന്നത് 14,520 ആണ്. ഓക്കെ, ഡെഫിനറ്റ്ലി 14,500 ഒരു ഹഡൽ തന്നെയാണ്. പക്ഷേ 14,330 മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പൊക്കെ ഓപ്പൺ ആവാൻ ഡെഫിനറ്റ്ലി ദർ ഇസ് ചാൻസ് ടു എക്സ്പാൻഡ് ആ ഒരു ലെവലിലേക്ക്. സോ വാച്ച് ഔട്ട്, ഡോണ്ട് മിസ് ദ ട്രേഡ്. ഓക്കെ, ഇന്നാരും ട്രേഡ്സ് മിസ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ശരിക്കും ഇന്ന് ട്രേഡ് എടുക്കേണ്ട ഒരാളല്ലായിരുന്നു. ഓൾറെഡി പൊസിഷൻ ഉണ്ടായിരുന്നു, അത് ഹെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു പുതിയൊരു ഇതിലേക്ക് ഒരു ബൈങ് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു ഗതി അനുസരിച്ച് നോക്കാനുള്ളത് ഒരു ഇതിൽ തന്നെയായിരുന്നു. പക്ഷേ ദിസ് വാസ് അമേസിങ് മാൻ. ഓഫ്, ഗംഭീരമായിപ്പോയി, അതിഗംഭീരം. ശരിക്കും 100 വർഷത്തിൽ കാണാത്തൊരു ബഡ്ജറ്റ് തന്നെയാണ് ഇതുവരെ കാണാത്തൊരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്രയും ഒരു റാലി ഒരു ബഡ്ജറ്റ് ഡേയിലും സംഭവിച്ചിട്ടില്ല. ആക്ച്വലി ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ള ദിവസത്തിൽ മാർക്കറ്റ് ശരിക്കും നല്ലൊരു മീൻസ് ഒരു ബോട്ടം ആവാറുണ്ട്. ആൻഡ് അവിടെ നിന്ന് പിന്നെ നല്ല വല്ല ന്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മാർക്കറ്റ് ഒരു നല്ലൊരു റാലി കാഴ്ചവെക്കാറുള്ളൂ. ബട്ട് ദിസ് വാസ് ടെറിഫിക്. ഞാൻ വിചാരിച്ചു പോയി, USA റെഡിറ്റിൽ നടന്ന ഗെയിം സ്റ്റോപ്പ് അതുപോലത്തെ ഒരു ഷോർട്ട് സ്ക്യൂസ് ആണോ എന്ന് നടന്നത് പോലും ശരിക്കും ഒരു സംശയമില്ലാതെ ഇല്ല. ബിക്കോസ് ഷോർട്ട് കവറിങ് ശരിക്കും നടന്നിട്ടുണ്ടെന്ന്. ഷോർട്ട് പൊസിഷനിലുള്ളവരെ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ റീറ്റെയിലേഴ്സ് ട്രാപ്പിൽ പെടുത്തിയ പോലെ തോന്നി. ശരിക്കും പറയുന്നുണ്ടെങ്കിൽ തോന്നൽ മാത്രമാണ്. നാളത്തേക്കുള്ള കുറച്ച് സ്റ്റോക്കുകൾ ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യർ മോട്ടോഴ്സ്, അശോക് ലൈലൻഡ്, അങ്ങനെയുള്ള എന്താ വെച്ചാൽ സ്ക്രാപ്പേജ് പോളിസി മോട്ടോർ സെക്ടറിന് ശരിക്ക് നല്ലൊരു ബൂസ്റ്റ് പകരുന്നതാണ്. അത് നാളത്തേക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ ബൈ ചെയ്ത് ഇടാവുന്നതാണ് ഈ സ്റ്റോക്കുകളൊക്കെ. ഓക്കെ ഗൈസ്, ഫ്രണ്ട്സ്, നമ്മൾ മുൻ വീഡിയോയിൽ സ്ക്രാപ്പേജ് പോളിസിയുടെ കാര്യം ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചാൻസസ് ഉണ്ടെങ്കിൽ ഓട്ടോ സെക്ടറിന് അത് നല്ലൊരു ബൂസ്റ്റ് ആവുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോയെന്നറിയില്ല. അതുപോലെ തന്നെ ടാക്സിൻ്റെ കാര്യം വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞാണ്, ബട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് കെയിം ട്രൂ. എല്ലാത്തിലും ഉപരി ഫ്രണ്ട്സ്, ഈ ഒരു റാലി ഒരുപക്ഷെ 2-3 ദിവസം നീണ്ടു നിന്നേക്കാം. ഒരുപക്ഷെ നാളെ തന്നെ റിവേഴ്സ് ആയേക്കാം. മാർക്കറ്റ് ഒരു റെഡ് ബബിൾ സോണിൽ തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ചും ഗ്ലോബൽ ക്യൂസ് ഇന്ന് പോസിറ്റീവായിരുന്നു, നാളെ നമുക്ക് പറയാൻ പറ്റില്ല. സോ ഒരു കോൺഷ്യസ് ആയിട്ടിരിക്കുക എപ്പോഴും. ഓക്കെ, ലോങ് പൊസിഷൻ എടുക്കുന്നവരായാലും ശരി, ഷോർട്ട് എടുക്കുന്നവരായാലും ശരി, ഡോണ്ട് ഫോർഗെറ്റ് ടു കീപ് യുവർ സ്റ്റോപ്പ് ലോസ് വെരി ടൈറ്റ്ലി. അത്രമാത്രം ഫ്രണ്ട്സ്. Disclaimer, this is all my personal view. My view may get wrong. Don't follow it blindly. Consult a financial advisor before you enter the market. And don't forget to subscribe my channel. Please, request ആണ്. Please subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.